ഞാൻ പൊതുവെ കേട്ടിട്ടുണ്ട് കേട്ടോ. അതായത് മൈത്രേയൻ എന്ന വ്യക്തി ശരിക്കും ഇവിടെ ജനിക്കേണ്ടതല്ല. അയാൾ ശരിക്കും ഇവിടെ അല്ല, പുറത്തെവിടെയോ ജനിക്കേണ്ട ഒരാളാണ് പറയുമ്പോൾ അവിടെയുള്ളൊരു കൾച്ചറൊക്കെയാണ് അയാൾ ഫോളോ ചെയ്യുന്നത്. ഒരിക്കലും നമ്മൾ മലയാളികൾ ആരും ഉൾക്കൊള്ളാത്ത രീതിയിലുള്ള, അല്ലെങ്കിൽ ആരും ആഗ്രഹിക്കാത്ത രീതിയിലുള്ളൊരു കാര്യങ്ങളാണ് മൈത്രേയൻ ചെയ്യുന്നതെന്ന് പറയാറുണ്ട്. ശരിക്കും അങ്ങനെ താങ്കൾക്ക് തോന്നിയിട്ടുണ്ടോ? ശരിക്കും ഞാൻ ഇവിടെ ജനിക്കേണ്ടതല്ല. പലപ്പോഴും ഞാൻ തന്നെ ചില സമയത്തൊക്കെ നമ്മളിങ്ങനെ ഫണ്ണായിട്ടൊക്കെ പറയാറുണ്ട്, ശരിക്കും ഞാൻ ഇവിടെ ജനിക്കേണ്ടതല്ലായിരുന്നു എന്നൊക്കെ. അതുപോലെ എപ്പോഴെങ്കിലും മൈത്രേയന് തോന്നിയിട്ടുണ്ടോ? ഇല്ല, തോന്നിയിട്ടില്ല. എന്തുകൊണ്ടായിരിക്കും അത്? പറയുമ്പോൾ കേരളത്തിൻ്റെ ഒരു കൾച്ചറിൽ, ഞാൻ കേരളത്തിൽ തന്നെയായിരുന്നു മുഴുവൻ സമയം ജീവിച്ചിരുന്നത്. കേരളത്തിൻ്റെ രാഷ്ട്രീയ സാമൂഹ്യ മേഖലയിൽ പ്രവർത്തിക്കണമെന്ന് മാത്രമേ ആലോചിച്ചിട്ടുള്ളൂ. അല്ലാതെ ഞാൻ കേരളത്തിൽ നിന്ന് പോകുന്നതിനെ പറ്റി ഞാൻ ആലോചിച്ചിട്ടില്ല. മൈത്രേയൻ രാഷ്ട്രീയമുണ്ടോ? രാഷ്ട്രീയക്കാരനാണ് ഞാൻ. അപ്പോൾ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഒരു ജനാധിപത്യത്തിനകത്ത് പൗരൻ രാഷ്ട്രീയക്കാരനാണ്. ശരിക്കും മൈത്രേയന് ഒരു രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ രാഷ്ട്രീയ പാർട്ടികളിൽ കക്ഷി രാഷ്ട്രീയം എന്നുള്ളതാണ് നിങ്ങൾ ഉപയോഗിക്കേണ്ട വാക്ക്. അങ്ങനെ പറയുന്നത് ഓക്കെ, കക്ഷി രാഷ്ട്രീയത്തെക്കുറിച്ച് എനിക്ക് കക്ഷി രാഷ്ട്രീയം ആവശ്യമില്ല. കാരണം ഞാൻ രാഷ്ട്രീയക്കാരനാണ്. വ്യക്തി എന്ന രീതിയിൽ രാഷ്ട്രീയമുണ്ടെന്നാണ്. വ്യക്തി രാഷ്ട്രീയക്കാരനാണ്. ജനാധിപത്യത്തിലെ പൗരൻ രാഷ്ട്രീയക്കാരനാണ്. വോട്ട് ചെയ്യണ്ടേ? അതാണ് രാഷ്ട്രീയം എന്ന് പറയുന്നത്. രാഷ്ട്രത്തിനകത്തെ തെരഞ്ഞെടുപ്പിനകത്ത് പങ്കാളിയാകുന്ന ആൾ രാഷ്ട്രീയക്കാരനാണ്. അല്ലെങ്കിൽ അയാളെങ്ങനെ വോട്ട് ചെയ്യും? അപ്പോൾ നമ്മളുടെ സൊസൈറ്റിയിൽ ഇപ്പോൾ ഉള്ളതെന്ന് പറയുന്നത് കക്ഷി രാഷ്ട്രീയം എന്നാണ്. കക്ഷി രാഷ്ട്രീയം എന്ന് പറയുന്നത് വേറെ കാര്യമാണ്. അതിനകത്ത് പാർട്ടിസാൻ പൊളിറ്റിക്സ് എന്നതിന് പറയുന്നത്. നമ്മളൊരു പൊളിറ്റിക്കൽ ബീയിങ് ആണെന്ന് അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ് നിങ്ങളത് പറയുന്നത്. നിങ്ങൾക്ക് രാഷ്ട്രീയ വിദ്യാഭ്യാസം ലഭിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ജനാധിപത്യ പൗരബോധം ഇല്ലാത്തതുകൊണ്ടാണ് നിങ്ങളങ്ങനെ വിചാരിക്കുന്നത്. ജനാധിപത്യ പൗരബോധം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മളെല്ലാം രാഷ്ട്രീയക്കാരാണെന്ന് മനസ്സിലാവും. കാരണം നമ്മുടെ ഇടയിൽ നിന്നുള്ളവരെ തിരഞ്ഞെടുത്താണ് നമ്മൾ ജനപ്രതിനിധികളെയാണ് വിടുന്നത്. രാഷ്ട്രീയക്കാരല്ലാതെ എങ്ങനെ പറ്റും? ഒരു പ്രദേശത്ത് അല്ലെങ്കിൽ നമ്മളൊരു രാജ്യത്ത് എന്നുള്ള നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ആ രാജ്യത്തിലുണ്ടായിരുന്ന അധികാരം എന്നൊക്കെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ കഴിഞ്ഞാൽ തീരുമാനങ്ങൾ എടുക്കാനുള്ള അവകാശത്തിനെയാണ് അധികാരമായി മാറുന്നത്. ഇത് ഒരു രാജാവിനകത്ത് കോൺസെൻട്രേറ്റ് ചെയ്ത് നിന്നിരുന്നതാണ് രാജത്വം എന്ന് നമ്മൾ പറയുന്നത്. അതിനെ അഴിച്ചാണ് രാജാക്കന്മാരെ മുഴുവൻ നമ്മൾ പെൻഷൻ കൊടുത്ത് മാറ്റിയിട്ട് എല്ലാ ആൾക്കാർക്കും ഒരു വോട്ട് കൊടുക്കുക ചെയ്തത്. അപ്പോൾ രാഷ്ട്രീയ അധികാരം എന്ന് പറയുന്നത് ഒരാൾക്കൊരു വോട്ടാക്കി മാറ്റുമ്പോൾ എല്ലാവരും രാഷ്ട്രീയക്കാരായി. അങ്ങനെ എല്ലാവരും രാഷ്ട്രീയക്കാരായവരുടെ ഇടയിൽ നിന്ന് അവരുടെ പ്രതിനിധിയെയാണ് നമ്മൾ തിരഞ്ഞെടുത്ത് രാജ്യത്തിൻ്റെ അകത്തെ ക്രമീകരണത്തിന് അയക്കുന്നത്. ഭരണമല്ലെന്നറിയണം. ഇപ്പോഴും നമ്മൾ രാജാവിന് പകരം ഭരിക്കുന്നവരായിട്ട് നമ്മൾ വിചാരിക്കുന്നതുകൊണ്ടാണ് ഈ മന്ത്രിമാരും ഒക്കെ എങ്ങനെ മര്യാദകളായിട്ട് പെരുമാറുന്നത്. നമ്മുടെ പ്രതിനിധിയാണ്. നിങ്ങളെ ഞാൻ ചായക്ക് പറഞ്ഞു വിട്ടാൽ നിങ്ങൾ തിരിച്ചു വരുമ്പോൾ ചായ നിങ്ങളുടേതാണെന്ന് പറയുന്ന പോലെയാണ് ഇപ്പോൾ കാര്യങ്ങൾ നിൽക്കുന്നത്. അങ്ങനെയാണ് ബസ് സ്റ്റാൻഡും ബസ് സ്റ്റോപ്പും ഒക്കെ MLA ഫണ്ടിൽ നിന്ന് കൊണ്ടുവന്നാണെന്നൊക്കെ എഴുതി വയ്ക്കുന്നത്. അങ്ങനെ വരുന്ന ഭരണമില്ല ജനാധിപത്യത്തിനകത്ത്. ജനാധിപത്യത്തിനകത്ത് ക്രമീകരണമാണ്, അറേഞ്ച്മെൻ്റാണ്. ഇപ്പോൾ നമ്മൾ രണ്ടുപേരും കൂടെ ഇരുന്ന് കാര്യം പറയുന്നതിന് ഇത് ക്രമീകരിക്കേണ്ടതുണ്ട്. അതിനെയാണ് നമ്മൾ അറേഞ്ച്മെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും കൊടുക്കുന്ന ടാക്സ് ഒന്നിച്ച് കൂട്ടിയിട്ട് ഇതെങ്ങനെ എല്ലാവർക്കും പ്രയോജനകരമായി വിനിയോഗിക്കാം, രാജാവിന് കൊട്ടാരം ഉണ്ടാക്കുന്നതിന് പകരം എന്ന് ആലോചിക്കുന്നതിനാണ് നമ്മൾ നിയമസഭ ഉണ്ടാക്കുന്നത്, ലോക്സഭ ഉണ്ടാക്കുന്നത്. ഇതിനാണ് നമ്മുടെ പ്രതിനിധികളെ നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. ഇത് നമ്മൾ പഠിക്കപ്പെടാതെ പോകുന്നതുകൊണ്ടാണ്. ജനാധിപത്യത്തിനെ പറ്റി ഇത്തരത്തിലുള്ള അറിവ് നമ്മുടെ സ്കൂളിനകത്തോട് ഇതുവരെ കൊടുക്കാൻ നമുക്ക് കഴിയാതിരിക്കുന്നതുകൊണ്ടാണ് ഇപ്പം നിങ്ങൾ ആ ചോദ്യം എന്നോട് ചോദിച്ചത്. രാഷ്ട്രീയക്കാരനാണോ എന്ന്. കാരണം നിങ്ങൾ രാഷ്ട്രീയക്കാരല്ലെന്ന് വിചാരിക്കുന്ന ആളാണ്. അല്ല, ഒരു കാര്യം ചോദിച്ചോട്ടെ. നമ്മൾ വോട്ട് ചെയ്യുന്ന ഏതൊരു വ്യക്തിയും രാഷ്ട്രീയക്കാരനാണെന്ന് മൈത്രേയൻ പറയണ്ടായല്ലോ. ഇപ്പോൾ ഞാനെന്ന വ്യക്തി ചില സമയത്ത് വോട്ട് ചെയ്യാറില്ല. അത് തന്നെയാണ് രാഷ്ട്രീയ അവബോധം ഇല്ലാത്ത ആളെന്നുള്ളത്. പക്ഷെ ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യം, നിങ്ങൾക്ക് വോട്ട് ചെയ്യേണ്ട കാര്യമില്ല എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ട്. നോട്ട എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സാധനത്തിനൊക്കെ വോട്ട് കൊടുക്കുന്നത്. നോട്ടയ്ക്ക് വോട്ട് കൊടുക്കാറില്ല, ഞാൻ പറഞ്ഞ അത് തന്നെയാണ് അടിസ്ഥാനപരമായി നിങ്ങളൊരു പ്രജയാണ്. ഞാനൊന്നൊരു വ്യക്തി ചിലപ്പോൾ എന്റെ മണ്ടത്തരമായിരിക്കാം. മണ്ടത്തരപ്പെടാനും വേണ്ടിയുള്ള അറിവായിട്ടില്ല. എനിക്ക് മണ്ടത്തരമാണ് എന്ന് പറയാനും വേണ്ടിയുള്ള അറിവില്ല. സിസ്റ്റം എന്താണെന്ന് അറിഞ്ഞുകൂടാതിരിക്കുന്നതാണ്. ഒരുപക്ഷെ എനിക്ക് ഈ സിസ്റ്റത്തിനെ കുറിച്ച് ആലോചിക്കേണ്ട ആവശ്യമില്ല എന്ന് കരുതുന്നു. അത് പറഞ്ഞില്ല, അത് തന്നെയാണ് അതിന്റെ പ്രശ്നം. ഇത് തന്നെയാണ് രാഷ്ട്രീയത എന്ന് പറയുന്നത്. ഒരു നാടിനകത്ത് നിങ്ങൾ എവിടെയാണ് ഇരിക്കുന്നത്, എന്താണ് ചെയ്യുന്നത്,
നിങ്ങളുടെ ജീവിതം നിർണ്ണയിക്കുന്നത് ഈ നാട്ടിനകത്തെ നിയമങ്ങളാണെന്നൊക്കെ അറിയാതിരിക്കുന്നു എന്ന് മാത്രമാണ് ഈ പറയുന്നേ. ഒരുപക്ഷെ നിയമങ്ങളുണ്ടെന്ന് പറഞ്ഞില്ലേ, ആ നിയമമൊന്നും ഇവിടെ ഈ ഇന്ത്യയിൽ ഏത് നിയമമാണ് ശരിക്കും പാലിക്കപ്പെടുന്നത്? അതൊക്കെ വേറെ വിഷയമാണ്. നിങ്ങൾക്ക് അതൊന്നും അറിഞ്ഞുകൂടാ. അത് പല പല നിയമങ്ങളുണ്ട്, അതൊന്നും പാലിക്കപ്പെടുന്നില്ല എന്ന് പറയാനും വേണ്ടിയുള്ള അറിവ് എവിടെയാണ് ഉള്ളത്? ഞാനൊരു കാര്യം പറയാം, നിങ്ങൾക്ക് പൗരബോധം ഉണ്ടായിരുന്നുണ്ടെങ്കിൽ നിങ്ങൾ വോട്ട് ചെയ്യത്തില്ലെന്ന് പറയത്തില്ല. പിന്നെ നിയമങ്ങളൊക്കെ പാലിക്കുന്നില്ലെന്നൊക്കെ പറയുന്നു. മനുഷ്യമാണ്. അങ്ങനെയില്ല. വോട്ട് ചെയ്യുന്ന അത് ആളുടെ ഇത് തന്നെയാണ് വിവരക്കേട് ഇനി മനുഷ്യൻ എന്നുള്ള നിലവാരത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കും. നിങ്ങൾ പറയുമ്പോൾ മനസ്സിലായി വോട്ട് ചെയ്യാതെ ജനാധിപത്യത്തിനകത്തെ പൗരൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ രാവിലെ എണ്ണീറ്റിട്ട് ചെയ്യേണ്ട ഒരു പ്രവൃത്തി ചെയ്തില്ലെന്ന് മാത്രമായി പറയുന്നേ. അതിനർത്ഥം എന്താ? എനിക്കതിന് പൗരബോധം ഇല്ല എന്നാണ്. അത് തന്നെയാണ്. അത് എങ്ങനെ വരും? അത് തന്നെയാണ്. എങ്ങനെ വരും എന്നൊരാൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞതാണ്,